നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മളുടെ കേരളത്തിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും ഒരു ആനയുടെ പുറകെയായിരുന്നു. അവസാനം ആ ആന ചരിയുകയും ചെയ്തു. പക്ഷേ ഈ ആനക്കഥകൾക്കിടയിൽ ശ്രദ്ധിക്കാതെ പോയ മറ്റൊരു വാർത്തയുണ്ട്. അത് കേരള മീഡിയ അക്കാഡമിയുടെ ഈ വർഷത്തെ അവാർഡുകളാണ്. കേരള മീഡിയ അക്കാഡമി കൊച്ചിയിലെ കാക്കനാട്ട് പ്രവർത്തിക്കുന്ന, സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന, എന്നാൽ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു മാധ്യമ പരിശീലന കേന്ദ്രമാണ്. മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മാധ്യമ പരിശീലനവും ഒക്കെ നടത്തുന്ന ഒരു കേരള ഗവൺമെൻറ്റിൻ്റെ തന്നെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് കേരള മീഡിയ അക്കാഡമി. മീഡിയ അക്കാഡമിയുടെ അവാർഡുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രസ്റ്റീജിയസ് ആയ അവാർഡുകളുമാണ്. ഇതിലെ ഒരു അവാർഡ് ഇന്നലെ പ്രഖ്യാപിച്ചത് മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ അവാർഡാണ്. ആ അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു വിദേശിക്കാണ്. അദ്ദേഹത്തിൻ്റെ പേര് വായിൽ ദഹദൂദ് എന്നാണ്. വായിൽ ദഹദൂദ് അൽ ജസീറയുടെ ഗസയിലെ ബ്യൂറോ ചീഫാണ്. അറേബ്യൻ അൽ ജസീറയുടെ ഗസയിലെ ബ്യൂറോ ചീഫാണ് വഹദൂദ്. അദ്ദേഹത്തിനാണ് മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ അവാർഡ് കേരള മീഡിയ അക്കാഡമി, നമ്മളുടെ ഇടതുപക്ഷ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള കേരള മീഡിയ അക്കാഡമി അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് അവാർഡ് ലഭിക്കുന്നതിനെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുകയോ ചെയ്യേണ്ടതില്ല, മറിച്ച് അഭിനന്ദിക്കേണ്ടതാണ്. പക്ഷേ ഈ അവാർഡ് എന്ന് പറയുന്നത് ഇത് സാധാരണ ഒരു മാധ്യമ അവാർഡുമല്ല. ഈ അവാർഡിൻ്റെ പിന്നിൽ കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് മാത്രമല്ല, ഈ അവാർഡ് എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാകും, ഈ ഇസ്രായേലിന് നേരെ പാലസ്തീനിൽ നിന്നുള്ള ഭീകരർ നടത്തിയ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ തിരിച്ചടിച്ചപ്പോൾ പാലസ്തീൻ ഐക്യദാർഢ്യം എന്ന് പറഞ്ഞ് വലിയ റാലികൾ നടന്നതിൽ ഇന്ത്യയിൽ, ഭാരതം പോലെ ഒരു 130 കോടി ജനങ്ങളുള്ള ഒരു വലിയ രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ പാലസ്തീൻ ഐക്യദാർഢ്യ റാലി കേരളത്തിലായിരുന്നു. ആ റാലിയിൽ പങ്കെടുത്ത്, നേരിട്ടല്ലെങ്കിലും വെർച്വലായി പങ്കെടുത്ത് സംസാരിച്ച ആളെന്ന് പറയുന്നത് ഹമാസിൻ്റെ കമാൻഡർ ഖാലിദ് മഷാൽ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. ഖത്തറിൽ താമസിക്കുന്ന കോടീശ്വരനാണ് ഖാലിദ് മഷാൽ. അയാൾ ഹമാസിൻ്റെ കമാൻഡറുമാണ്. ഖാലിദ് മഷാലിനെ പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിപ്പിച്ചതുപോലെ ഒരു അനൗചിത്യം ഈ അവാർഡ് വഹദൂദിന് കൊടുക്കുന്നതിലും ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അസ്വസ്ഥരാവേണ്ട കാര്യമില്ല. അതിന് കാരണമുണ്ട്. ഇതിൽ 1-2 അനൗചിത്യങ്ങൾ ആദ്യം തന്നെ ചൂണ്ടിക്കാണിക്കട്ടെ. വഹദൂദിന് അവാർഡ് കൊടുത്തിരിക്കുന്നത് വഹദൂദ് ബെസ്റ്റ് മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ അവാർഡ് എന്നുള്ള നിലയിലാണ്. വഹദൂദിനെ കുറിച്ച് അധികം ആൾക്കാർക്ക് കേരളത്തിൽ ഒരുപക്ഷെ അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വളരെ ചുരുക്കത്തിൽ പറയാം. അദ്ദേഹം ഗസ മുനമ്പിൽ കഴിഞ്ഞ 10-25 വർഷങ്ങളായി മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആളാണ്. ഒരു പത്രസ്ഥാപനത്തിൽ തുടങ്ങി അൽ ജസീറയിൽ എത്തി നിൽക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ മാധ്യമ ജീവിതം. ഈ മാധ്യമ പ്രവർത്തനങ്ങൾക്കിടയിൽ അദ്ദേഹം വളരെ പെട്ടെന്ന് പ്രശസ്തനായത്, അറ്റ്ലീസ്റ്റ് അറബ് ലോകത്തെങ്കിലും അദ്ദേഹം പ്രശസ്തനായത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഈ യുദ്ധത്തിൽ നേരിട്ട ദുരന്തത്തെ തുടർന്നാണ്. അദ്ദേഹത്തിൻ്റെ 15 വയസ്സുകാരനായ മകനും മകളും പിന്നെ ഭാര്യയും ഒക്കെ ഒക്ടോബർ 28-ാം തീയതി ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ആ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹം ഈ കുഞ്ഞുങ്ങളുടെ മൃതദേഹമൊക്കെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന പടം വളരെ വൈറലാകുകയും അദ്ദേഹത്തിന് വലിയ തോതിൽ ഒരു സിമ്പതി ലഭിക്കുകയും ഒക്കെ ചെയ്തു. ഇത് കൂടാതെ കഴിഞ്ഞ ജനുവരി 7-ാം തീയതി അദ്ദേഹത്തിൻ്റെ അവശേഷിക്കുന്ന ഒരു മകൻ ഹംസ വഹദൂദ്, അദ്ദേഹവും ഇസ്രായേലിൻ്റെ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെടുകയാണ്. അപ്പോൾ അതോടുകൂടി ഇദ്ദേഹത്തിന് വലിയൊരു രക്തസാക്ഷി പരിവേഷം അറബ് ലോകത്തും പ്രത്യേകിച്ച് പാലസ്തീനികളുടെ ഇടയിലും കിട്ടിയിട്ടുണ്ട്. അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു യുദ്ധം വരുമ്പോൾ ആ യുദ്ധത്തിലുണ്ടാകുന്ന ദുരന്തം എന്ന് പറയുന്നത് അതിന് അതിർത്തിയുമില്ല, അതിന് ജാതി മത ഭേദവുമില്ല. ദുരന്തം എല്ലാവർക്കും ഉള്ളതാണ്. ആ അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിൻ്റെ തന്നെ സിമ്പതി കൊടുക്കേണ്ട അല്ലെങ്കിൽ സിമ്പതി നേടേണ്ടയാളാണ് വഹദൂദ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ അവാർഡിന് അർഹനാകുന്ന ഒരു ക്വാളിറ്റി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ അവാർഡ് അദ്ദേഹത്തിന് കൊടുക്കുമ്പോൾ ആ അവാർഡിൻ്റെ പിന്നിൽ കൃത്യമായ ഒരു ഉദ്ദേശമുണ്ട്, രാഷ്ട്രീയമുണ്ട്. ഖാലിദ് മഷാലിനെ പോലെ ഇവിടെ ഹമാസിൻ്റെ സ്വാധീനം കേരളത്തിൽ എത്രത്തോളമാണ് എന്ന് തെളിയിക്കുന്ന രണ്ടാമത്തെ സംഭവമാണ് ഈ പറയുന്ന അവാർഡ്. എന്ന് മാത്രമല്ല, ഇനി ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൂടി, എന്തായാലും അദ്ദേഹത്തിന് അവാർഡൊക്കെ കൊടുത്ത സ്ഥിതിക്ക് അതും നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അദ്ദേഹം പ്രവർത്തിക്കുന്ന ഗസ മുനമ്പിലാണ്. അദ്ദേഹം ഗസയിൽ ഇരുന്നു കൊണ്ട്, അദ്ദേഹം മാത്രമല്ല, അദ്ദേഹം പ്രവർത്തിക്കുന്ന അൽ ജസീറ എന്ന് പറയുന്ന സ്ഥാപനവും ഈ യുദ്ധത്തിൻ്റെ ഒരു വശം മാത്രമാണ് എക്കാലത്തും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ യുദ്ധം, അറ്റ്ലീസ്റ്റ് ഇപ്പോൾ നടക്കുന്ന ഈ സംഘർഷം, അത് ഇസ്രായേൽ തുടങ്ങി വെച്ചതല്ല എന്ന് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിലേക്ക് കടന്നു കയറിയ
ഭീകരവാദികൾ അവർ ഗ്ലൈഡർ ഉപയോഗിച്ച്, പാരച്യൂട്ട് ഉപയോഗിച്ച്, അതേപോലെ ഭൂമിയിലൂടെ വാഹനങ്ങൾ ഉപയോഗിച്ചൊക്കെ ഇസ്രായേലിൻ്റെ സ്വതന്ത്ര പ്രദേശത്തേക്ക്, ആ രാജ്യത്തേക്ക് കടന്നു കയറി, അനധികൃതമായി കടന്നു കയറി കണ്ണിൽ കണ്ടവരെയൊക്കെ വെടിവെച്ച് കൊല്ലുകയും വീട്ടിൽ കടന്നു ഇറങ്ങിയിരുന്ന വയോധികരും അതേപോലെ കൊച്ചു കുഞ്ഞുങ്ങളും ഉൾപ്പെടെയുള്ളവരെ വെടിവെച്ച് കൊല്ലുകയും അങ്ങനെ 1000-ഓളം മനുഷ്യർക്കാണ്, നിരപരാധികളായ മനുഷ്യർക്കാണ്, പട്ടാളക്കാരൊന്നുമല്ല, സാധാരണക്കാരായ നിരപരാധികളായ ആൾക്കാർ താമസിക്കുന്ന കോളനികളിലേക്കാണ് ഈ ഭീകരവാദികൾ ഇരച്ചു കയറിയത്. അവരെ കൊല്ലുക മാത്രമല്ല, ചില ആൾക്കാരെ വളരെ പ്രാകൃതമായ രീതിയിൽ വലിച്ചു കയറ്റി, ഇരുചക്ര വാഹനങ്ങളിലൊക്കെ വലിച്ചു കയറ്റി, യുവതികൾ ഉൾപ്പെടെയുള്ളവരെ മാനഭംഗം ചെയ്തുകൊണ്ട് തന്നെ അവരെ വലിച്ചു കയറ്റി പാലസ്തീൻ പ്രദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. വളരെ പ്രാകൃതമായ, ഒരുപക്ഷെ കേട്ടുകേഴ്വി പോലും ഇല്ലാത്ത തരത്തിൽ, ഇസ്രായേൽ പോലെ ഒരു രാജ്യം പോലും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു കാടൻ ആക്രമണമാണ് പാലസ്തീൻ ഭീകരവാദികൾ ആ ദിവസം അവിടെ നടത്തിയത്. അതിൻ്റെ പ്രത്യാക്രമണമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന, പാലസ്തീനു വേണ്ടി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നവരും കാണാതെ പോകുന്നത് ഇസ്രായേലിൽ ഈ പറയുന്ന പാലസ്തീൻ ഭീകരവാദികൾ ഏതാണ്ട് 1.5 വർഷത്തെ പരിശീലനത്തിന് ശേഷം നടത്തിയ ഈ ഭീകരാക്രമണത്തെക്കുറിച്ചാണ്. വഹദൂദും അക്കാര്യത്തിൽ ഒട്ടും വിഭിന്നനല്ല. ഈ യുദ്ധം തുടങ്ങിയപ്പോൾ മുതൽ ഇസ്രായേലിനെതിരായ വാർത്തകൾ മാത്രം ചെയ്യുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ് അൽ ജസീറ. വഹദൂദും ഈ യുദ്ധത്തിൻ്റെ ഒരു വശം മാത്രം കാണുന്നതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ബെസ്റ്റ് മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ അവാർഡൊക്കെ കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ഉള്ള ചോദ്യം സാധാരണഗതിയിൽ തന്നെ ഉയർന്നു വരേണ്ടതാണ്. അപ്പോൾ ചിലരൊക്കെ ചോദിക്കും, ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ മാധ്യമപ്രവർത്തകർ പ്രവർത്തിക്കുന്നത്? ഇൻഡോ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാകുമ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നാണല്ലോ ഇന്ത്യയിലെ മാധ്യമപ്രവർത്തകർ സംസാരിക്കുന്നത്, അതിർത്തിക്കപ്പുറവും അങ്ങനെ തന്നെയാണല്ലോ എന്നൊക്കെ. ശരിയാണ്, തീർച്ചയായിട്ടും അതാത് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് മാധ്യമപ്രവർത്തകർ യുദ്ധങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു യുദ്ധം ഉണ്ടായാൽ സത്യമാണ് ആദ്യത്തെ കാഷ്വാലിറ്റി എന്ന് പറയാറുമുള്ളത്. പക്ഷേ ഈ കാര്യത്തിൽ ഒരു വ്യത്യാസമുണ്ട്. ഈ കാര്യത്തിൽ ഈ അവാർഡ് കൊടുത്തിരിക്കുന്നത് ഭാരതം എന്ന രാജ്യത്തിൻ്റെ ഭാഗമാണ് എന്ന് നമ്മളെങ്കിലും കരുതുന്ന കേരളത്തിലെ ഒരു സർക്കാർ അധീനതയിലുള്ള, സർക്കാർ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനമാണ്. ഭാരതത്തിന് എന്താണ് ഇക്കാര്യത്തിൽ ഒരു വശം പിടിക്കേണ്ട കാര്യം? ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി ഭാരതത്തിന് ഈ സംഘർഷത്തിലുള്ള നയം വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ ഇസ്രായേലിന് നേരെ ഈ കടന്നുകയറ്റം, ഈ ആക്രമണം ഉണ്ടായപ്പോൾ അതിനെ അപലപിച്ച രാജ്യമാണ്, ഇസ്രായേലിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച രാജ്യമാണ്. അതോടൊപ്പം തന്നെ ഈ യുദ്ധം മുന്നോട്ട് പോകുമ്പോൾ പാലസ്തീനെ സഹായിക്കാനും ഭാരതം തയ്യാറായി. ഭാരതമാണ് പാലസ്തീനെ സഹായിച്ചത് എന്ന് മാത്രമല്ല, ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ചർച്ചകൾ നടത്തുകയും കർട്ടന് പിന്നിൽ പല നീക്കങ്ങളും ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യം തന്നെയാണ് ഭാരതം. ഭാരതത്തിൻ്റെ ഇക്കാര്യത്തിലെ നയം വളരെ വ്യക്തമാണ്. ഭാരതം നിഷ്പക്ഷമായ ഒരു നിലപാടെടുക്കുകയാണ്. ഇസ്രായേൽ ഇങ്ങനെ ഒരു കാടൻ ആക്രമണം നേരിട്ട ഇസ്രായേലിനെ തള്ളിപ്പറയാൻ ഭാരതം ഒരിക്കലും തയ്യാറല്ല. അതോടൊപ്പം ഒരു യുദ്ധത്തിൻ്റെ ഭാഗമായി പാലസ്തീനിലെ സാധാരണക്കാരായ ജനങ്ങൾ നേരിടുന്ന വലിയ ദുരന്തത്തിൽ ഭാരതത്തിന് ആശങ്കയുമുണ്ട്. അപ്പോൾ അങ്ങനെ കൃത്യമായ ഒരു നിലപാടെടുത്ത് ഒരു രാജ്യം നിൽക്കുമ്പോൾ, ആ രാജ്യത്തെ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ അധീനതയിലുള്ള ഒരു സ്ഥാപനമാണെങ്കിലും ഈ യുദ്ധത്തിൽ തികച്ചും ഏകപക്ഷീയമായ ഒരു ഘട്ടത്തിലും ഈ വഹദൂദോ അദ്ദേഹത്തിൻ്റെ സ്ഥാപനമോ ഇസ്രയേലിൽ ഒക്ടോബർ 7-ാം തീയതി പാലസ്തീൻ നടത്തിയ ആക്രമണത്തെ തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, അതിനെ ചെറിയ വാക്കുകൾ കൊണ്ട് പോലും അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് പോലും പറഞ്ഞിട്ടില്ല. അവർ ടോട്ടലി പൂർണ്ണമായിട്ട് ഈ പാലസ്തീൻ ഭീകരരുടെ ഭാഗത്തു നിന്നാണ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, വാർത്തകൾ ചമച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരാൾക്കാണ് അവാർഡ് കൊടുക്കുന്നത്. ഇനി ഇതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അത് വഹദൂദിൻ്റെ കുടുംബത്തെ സംബന്ധിച്ച്, അദ്ദേഹത്തിൻ്റെ മകനെ സംബന്ധിച്ചാണ്. വഹദൂദിൻ്റെ കുടുംബം നസ്രത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത്. അത് വലിയ തോതിൽ വലിയ ദുഃഖമുണ്ടാക്കിയ ഒരു വാർത്ത തന്നെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ വഹദൂദിൻ്റെ അവശേഷിക്കുന്ന ഒരു മകൻ ഹംസ വഹദൂദ്, അദ്ദേഹം പാലസ്തീൻ ഭീകരനാണ്, ഭീകര സംഘടനയുടെ ഭാഗമാണ് എന്ന് ആരോപിച്ചിട്ടുള്ളത് ഇസ്രായേൽ തന്നെയാണ്. ചില രേഖകളും അവർ ഹാജരാക്കിയിട്ടുണ്ട്. ഇദ്ദേഹം ഹമാസിൻ്റെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിവിഷനിൽ പ്രവർത്തിച്ചിരുന്നു എന്നും ഇദ്ദേഹം ഹമാസിൻ്റെ ഒരു കമാൻഡർ ആയിരുന്നു എന്നും ഒരു യൂണിറ്റിൻ്റെ കമാൻഡർ ആയിരുന്നു എന്നും ഇസ്രായേൽ ആരോപിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, കൊല്ലപ്പെടുമ്പോൾ ഈ ഹംസ എന്ന് പറയുന്ന വ്യക്തി, അയാളൊരു ഫ്രീലാൻസ് ജേർണലിസ്റ്റാണ് എന്നാണ് പറയുന്നത്. ഈ ജേർണലിസം അദ്ദേഹത്തിൻ്റെ ഒരു മുഖംമൂടി മാത്രമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എന്ന് ഇസ്രായേൽ പറയുന്നു, ഇസ്രായേൽ ആരോപിക്കുന്നു. എന്തായാലും
കൊല്ലപ്പെടുന്ന സമയത്ത് ഈ ഹംസയും കൂട്ടരും ആ ഭാഗത്ത്, അതായത് സംഘർഷഭരിതമായ പ്രദേശത്ത് ഡ്രോൺ പറത്തുകയായിരുന്നു എന്നുള്ളത് കൺഫേം ചെയ്തിട്ടുള്ള, ഉറപ്പിച്ചിട്ടുള്ള ഒരു വസ്തുതയാണ്. നാശനഷ്ടങ്ങളുടെ കണക്കെടുക്കാനാണ് ഡ്രോൺ പറത്തിയതെന്ന് പാലസ്തീൻ അവകാശപ്പെടുമ്പോൾ അങ്ങനെയൊന്നുമല്ല. അത് റോക്കറ്റ് ലോഞ്ചിങ്ങിന് വേണ്ടി, റോക്കറ്റ് ആക്രമണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിരുന്നു എന്നാണ് ഇസ്രായേൽ പറയുന്നത്. എന്തായാലും ഇതിൻ്റെ സത്യം നമ്മൾക്കറിയാത്തതുകൊണ്ട് അതിലേക്ക് കൂടുതൽ പോകേണ്ടതില്ല. പക്ഷേ ഈ പറയുന്ന വായിൽ ദഹദൂദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ബെസ്റ്റ് മീഡിയ പേഴ്സൺ അവാർഡ് മാധ്യമധർമ്മത്തിൻ്റെ പേരിലാണ് കൊടുക്കുന്നതെങ്കിൽ അത് അത്ര ശരിയായ ധർമ്മമല്ല. അതിനെ അനുകൂലിക്കുന്ന, അതിനെ അംഗീകരിക്കുന്ന, അതിനെ ആദരിക്കുന്ന, ഇപ്പോൾ ഈ അവാർഡിനെ സംബന്ധിച്ച് തന്നെ ഈ അവാർഡ് ബെസ്റ്റ് മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ അവാർഡാണ്. ഈ അവാർഡ് ദഹദൂദിന് കൊടുക്കാൻ പോകുന്നത് കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണെന്നാണ് വാർത്തകളിൽ പറയുന്നത്. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് കൊടുക്കുന്നത്. ഒരു സർക്കാർ സ്ഥാപനമാണ് ഇതെല്ലാം ചെയ്യുന്നത്. എന്തായാലും ഒരു മാധ്യമധർമ്മത്തിൻ്റെ പേരിലാണ് ദഹദൂദിന് ഈ അവാർഡ് കൊടുക്കുന്നതെങ്കിൽ ആ ധർമ്മം അത്ര ശരിയല്ല എന്ന് പറയേണ്ടി വരും. എന്ന് മാത്രമല്ല, ആ ധർമ്മത്തെ അംഗീകരിക്കുകയും ആശീർവദിക്കുകയും ഒക്കെ ചെയ്യുന്ന കേരള മീഡിയ അക്കാഡമിയുടെ മാധ്യമധർമ്മവും അത്ര ശരിയായ ദിശയിലല്ല പോകുന്നതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തേണ്ടി വരും. നമസ്കാരം.